സ്ഥിര വൈസ് ചാൻസലർമാരില്ലാതെ സംസ്ഥാനത്തെ 13 സർവകലാശാലകൾ. ഒരു സർവകലാശാല ഒഴികെ മറ്റെല്ലായിടങ്ങളിലും താൽക്കാലിക വിസിമാരുടേതാണ് ഭരണം. ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഭരിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൽ മാത്രമാണ് സ്ഥിര വിസി ഉള്ളത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇഴയുകയാണെന്ന് പറയാതെ വയ്യ. സംസ്ഥാനത്താകെയുള്ളത് 14 സർവകലാശാലകൾ. നിരവധി അഫിലിയേറ്റഡ് കോളേജുകളുള്ള സംസ്ഥാനത്തെ മുൻനിര സർവകലാശാലകളാണ് കേരള, MG, കണ്ണൂർ, കാലിക്കറ്റ് എന്നിവ. നിലവിൽ ഈ 4 യൂണിവേഴ്സിറ്റിക്കും സ്ഥിരം വിസിയില്ല. നിർദ്ദിഷ്ട വിഷയമേഖലകളിൽ പ്രത്യേക കോഴ്സുകൾ നടത്തുന്ന മറ്റ് സർവകലാശാലകളുടെയും അവസ്ഥ സമാനമാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കേരള കാർഷിക സർവകലാശാല, കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, കേരള സാങ്കേതിക സർവകലാശാല എന്നിവിടങ്ങളിലെല്ലാം ഭരിക്കുന്നത് താൽക്കാലിക വിസിമാരാണ്. കേരളത്തിലെ ഏക ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും സ്ഥിരം വിസിയില്ല. ഇവയിൽ ഏക ആശ്വാസം ആരോഗ്യ സർവകലാശാലയാണ്. ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ നിയമനം സ്ഥിരമാണ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വിസിമാരെ മാറ്റാൻ തീരുമാനമായെങ്കിലും ബാക്കിയുള്ളവയിൽ സ്ഥിരമായി അളത്താൻ സമയമെടുക്കുമെന്നതിൽ സംശയമില്ല. നിയമസഭ പാസാക്കിയ സർവകലാശാല ഭേദഗതി ബിൽ പാസ്സായാൽ മാത്രമേ സ്ഥിര വിസി നിയമനത്തിൽ തീരുമാനമാകുകയുള്ളൂ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.